വിമാനത്താവളങ്ങളിലെ ചെക്കിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇത് വിശ്രമകാലമാണ്. ഒരിടയ്ക്ക് എന്നും എന്നതുപോലെയായിരുന്നു സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള ന്യൂസുകൾ വന്നിരുന്നത്. ആളുകൾ അവരുടെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ സ്വർണം യഥേഷ്ടം സൂക്ഷിച്ചിരുന്നു. ഇത് വലിയ തലവേദന തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ എത്രയൊക്കെ അറസ്റ്റ് നടന്നാലും പരിശോധന നടത്തിയാലും സ്വർണം കടത്തുന്നവർ അത് പൂർവാധികം ശക്തിയോടെ തുടർന്നു പോന്നിരുന്നു. അതിനവർ പുതിയ വഴികൾ കണ്ടെത്തുമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നല്ലൊരു വെല്ലുവിളി തന്നെ ആയിരുന്നു ഈ സ്വർണ്ണക്കടത്ത്. എന്നാൽ അത്തരം പരിപാടിയൊക്കെ 2024 വല്ലാതെ കുറഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അതിനു കാരണം മറ്റൊന്നുമല്ല, 2024 ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കാരണമാണിത്. 2024 ജൂലൈക്ക് മുൻപ് 15% രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതി തീരുവ. ഈ സാഹചര്യത്തിലായിരുന്നു നികുതി വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള സ്വർണത്തിന്റെ വരവ് ശക്തമായിരുന്നത്. ഇതുകൊണ്ട് തന്നെ 2024 ജൂലൈക്ക് ശേഷം രാജ്യത്തേക്കുള്ള സ്വർണ്ണക്കടത്തിൽ വലിയ ഇടിവ് തന്നെയാണ് സംഭവിച്ചത്. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ കാലയളവിൽ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് കസ്റ്റംസ് DRI ഉദ്യോഗസ്ഥർ 544 കോടി രൂപ വില മതിക്കുന്ന 847 കിലോഗ്രാം സ്വർണം മാത്രമാണ് പിടിച്ചെടുത്തത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ DRI ഉദ്യോഗസ്ഥർ മാത്രം 1319 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുള്ളപ്പോഴാണിത്. വിമാനത്താവളങ്ങൾക്കൊപ്പം തന്നെ കിഴക്കൻ അതിർത്തികൾ വഴി പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവിടങ്ങളിലൂടെ കള്ളക്കടത്ത് ശക്തമാണ്. ഇവിടങ്ങളിൽ വ്യാപാര ഇടപാടുകൾ വരെ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതുവഴി 2023-24 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ CBIC ആകെ പിടിച്ചെടുത്തത് 4869.6 കിലോഗ്രാം സ്വർണമാണ്. വിവിധ കേസുകളായി 1922 പേരെ അറസ്റ്റ് ചെയ്തു. ഡിസംബറിൽ പുറത്തിറങ്ങിയ DRIയുടെ സ്മഗ്ലിംഗ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം അനധികൃത സ്വർണ്ണ ഇറക്കുമതിയുടെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. സ്വർണത്തിന് പുറമെ വെള്ളിയും കള്ളക്കടത്തിലൂടെ രാജ്യത്തേക്ക് എത്തുന്നു. പ്രധാനമായും UAE, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് സ്വർണം എത്തുന്നത്. ഇന്ത്യയിലേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണം ലഭിക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിലുള്ളത്. നികുതി ഘടനയാണ് ഈ വില വ്യത്യാസത്തിന് കാരണം. അടുത്തിടെയായി ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ നെയ്റോബി, അഡിസ് അബബ തുടങ്ങിയ ആഫ്രിക്കൻ വിമാനത്താവളങ്ങളും താഷ്കന്റ് പോലുള്ള മധ്യേഷ്യൻ വിമാനത്താവളങ്ങളും കള്ളക്കടത്ത് പ്രവർത്തനങ്ങളുടെ പ്രധാന സ്ഥലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതായും റിപ്പോർട്ടുകൾ കാണിക്കുന്നു. ഇറക്കുമതി തീരുവ കുറച്ചതോടുകൂടി കള്ളക്കടത്തുകാർക്ക് ലഭിക്കുന്ന ലാഭവും കുറഞ്ഞു. ഇതോടെ പലരും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ഈ രംഗത്ത് സജീവമായവർ ഇപ്പോഴുമുണ്ട്. ഇറക്കുമതി തീരുവയിലെ ഇടിവ് രാജ്യത്തെ സ്വർണ്ണ വിലയിൽ ഇടിവിനും കാരണമായിരുന്നു. 15% തീരുവയാണ് ഇപ്പോഴും ഈടാക്കിയിരുന്നെങ്കിലും വില നിലവിലേതിൽ നിന്നും പവന് 2500 രൂപയോളം ഉയർന്ന് നിൽക്കുമായിരുന്നുവെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.